ആകപ്പാടുന്നൊരു ദുർദിനമായിരുന്നു. പല അത്യാഹിതങ്ങളും സംഭവിച്ചു. കേരളം മൊത്തം ഇപ്പൊ ഞാനാണ് ചർച്ചാ വിഷയം. എല്ലാ സോഷ്യൽ മീഡിയയിലും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എല്ലാത്തിലും. ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. ഞാൻ നാസർഖാനോട് എന്താ നാസർഖാങ്ങൾ ഓലൊക്കെ വിളിക്കുന്നു, ഇജ്ജ് തുടക്കം മുതൽ അവസാനം വരെ എന്റെ ഒപ്പം ഉണ്ടല്ലോ. അപ്പൊ ഞൊക്കപ്പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഇത് ഇവനും ആ പ്രേംശങ്കറും തമ്മിലുള്ള ഒത്തുകളിയാണ്. ഞാനൊരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. എന്ത് ചെയ്യാം, വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. ഒരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പണം ഇന്ന് വരെ നാളെ പോവും, പക്ഷെ നമുക്ക് വലുത് പണമാണ്. എന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി സാറ് പണി നന്നായിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ കള്ളനാണ്. അല്ലോ, ഇത് കള്ളലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനൂനാണ്. സംശയമൊന്നുമില്ലല്ലേ? നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് തലയിൽ കയറൂല. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട്. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു, നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. പറ്റിയെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം പറ്റിക്കല്. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ. പാണ്ടിക്കാട് കുഞ്ഞാനി ഇരിക്കപ്പുറത്ത് ഇല്ലാതായി. ഈ പശ ഒട്ടിച്ച് വെച്ചേക്കുന്ന സംഭവം, അത് പശ ഒട്ടാതെ സാധനം ഇങ്ങനെ എടുക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഇവിടെ ഈ ഒരു പേപ്പറിന്റെ 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് ഒട്ടിക്കുന്നു. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. എന്റെ കയ്യിലുള്ള എന്റെ പേര് എഴുതി നിറക്ക് എന്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു. സിമ്പിൾ. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഇയാൾക്ക് കൈയുണ്ട്. അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പശ പറ്റത്തില്ല. കുഞ്ഞാനേ, വെട്ട് സാധനം വെട്ട് കേട്ടോ. എനിക്കൊന്നും അറിഞ്ഞൂടാ. പെട്ടി എന്റെ കയ്യിൽ തന്നതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന്. ഇതൊന്നും മറുപടി. എന്തിനാണ് ഇതിന്റെ അടി കിടന്ന് തപ്പാൻ പോയത്? നിങ്ങൾ ജെനുവിൻ ആയിട്ടാണെങ്കിൽ നിങ്ങളെ തപ്പേണ്ട ആവശ്യമില്ല. ഇത്രയും സാധനങ്ങൾ മേളിൽ കിടക്കുമല്ലേ, അതായത് ഏതൊരെണ്ണം എടുത്താൽ പോരായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങള് ഫുൾ ഉടായിപ്പല്ലേ? കിട്ടുന്നക്കാരനെ ഞാൻ നോക്കുള്ളൂ. അയ്യടാ, തപ്പി ഇത് വരാനും വല്ലതും ആണോ ഇങ്ങനെ തപ്പി എടുക്കാൻ? 10 ലക്ഷം രൂപയുടെ പ്രൈസ് അടിച്ചിട്ട് എനിക്ക് തിരക്കാണ്, 2 ദിവസം കഴിഞ്ഞ് വരാന്ന് വിശ്വസിച്ചു കേട്ടോ. ജിംനി അടിച്ചവനും തിരക്ക്, വീടടിച്ചവനും തിരക്ക്. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. എവിടെ കൊണ്ട് പരാതി കൊടുക്കും? പരാതി കൊടുത്താലും നിലനിൽക്കത്തുമില്ല. ഇത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ട് നടന്ന പരിപാടിയൊന്നും അല്ല. പൈസ കിട്ടാന്മാരൊക്കെ മണ്ടന്മാര്. അത്ര 200 രൂപയുടെ ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടും. പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ നമ്മള് പോയി. അതൊരു മാന്യനാണല്ലോ. അതെ. പിന്നിപ്പോ നമുക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്തൊരു പരിപാടിയാണ്. എന്റെ പ്രവർത്തനത്തെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ മദർ തെരേസ ചെയ്യുന്നത് പോലെ പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ? ആരോ പറഞ്ഞു മാനന്തവാടിന്ന്. ഈ ഷാഫി എവിടെ അല്ല? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലേന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലേത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. എല്ലാരും കൂടെ ഒത്തുകളിയാണ്. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്, അല്ലടാ ദ്രോഹി. കുഞ്ഞാനെ, ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്നെ ആൾക്കാർ അംഗീകരിച്ചേ. ഈ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും എന്നെ ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിട്ട്. ജന്മനാ ദൈവം സഹായിച്ച് നിനക്കത് കിട്ടിയിട്ടുണ്ട്. എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയാണ് ഇമ്മാതിരി ജനങ്ങളെ ഒമ്പിക്കാന്ന്. ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ? എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല. ആരോട് പറയാൻ? ഇനി ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല. ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. അയ്യോ, എന്ത് പാവം. ഒരാളെ മുതല്, അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കളും തിന്നിട്ടില്ല. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു, അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. ഈ വയ്യാവേലി നീ എന്നെയാ വരുത്തി വെച്ച സഹിച്ചോ? എനിക്ക് വയ്യ, ഞാൻ പോണു.